Hello guys, welcome back to my YouTube channel. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി മെഹന്തി വീഡിയോ ആയിട്ടാണ്. മെഹന്തി വീഡിയോ പറഞ്ഞാൽ നെയിൽ മെഹന്തി എങ്ങനെയാണ് വീട്ടിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ശർക്കര മൈലാഞ്ചി എന്ന് പറയില്ല, അതാണ് കേട്ടോ സംഭവം. അപ്പോൾ നമ്മളിപ്പോൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഡോളർ അതേപോലെ വേറെ എന്തെങ്കിലും ബിഗ് ബി അങ്ങനത്തെ മെഹന്തിയൊക്കെ ഇട്ടാൽ അത് ആകെ ഒരു 3-4 ദിവസം സോപ്പ് ആകുമ്പോൾ തന്നെ അത് പോകും. അപ്പോൾ അങ്ങനെയൊന്നും പോവാതെ നമുക്ക് കുറേ ദിവസം നമ്മുടെ കയ്യിൽ ലോങ് ലാസ്റ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി മെഹന്തിയാണ് നെയിൽ മെഹന്തിയാണ് ഞാനിന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തായാലും അതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മളിന്ന് ഈ ഒരു 4 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മുടെ ശർക്കര മൈലാഞ്ചി ഉണ്ടാക്കാൻ പോകുന്നത്. കുറച്ച് ശർക്കര പൊടിച്ചത്, കുറച്ച് പഞ്ചസാര, കുറച്ച് കോഫി പൗഡർ, കുറച്ച് ടീ പൗഡർ. അപ്പോൾ ഈ ഒരു 4 ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഒരേ റേഷ്യോയിൽ നമ്മൾ എടുത്തിട്ടാണ് മിക്സ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാനിത് 4 എടുക്കുന്നത് നല്ല കളർ ഇട്ടാൻ വേണ്ടിയിട്ടാണ്, നല്ല ഡാർക്ക് കളർ. നമ്മൾ കുറേ പ്രാവശ്യം ഇടാതെ തന്നെ 2-3 പ്രാവശ്യം ഇടുമ്പോൾ തന്നെ നമുക്ക് നല്ല കളർ കിട്ടും. അതെല്ലാം നമ്മൾ ചായപ്പൊടി പഞ്ചസാര വെച്ചിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 5-6 പ്രാവശ്യം ഇടേണ്ടി വരും കളർ കിട്ടാൻ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതെല്ലാം കൂടി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇനി ഈ ഒരു ബൗളിലേക്ക് ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ കോഫി പൗഡർ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ 2 സ്പൂൺ കോഫി പൗഡറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കോഫി പൗഡർ മാത്രമല്ല ഞാൻ 2 സ്പൂൺ വീതമാണ് എടുക്കുന്നത്. അപ്പോൾ എനിക്ക് കുറച്ച് അധികം ഉണ്ടാക്കണം, അതുകൊണ്ടാണ് ഞാൻ 2 സ്പൂൺ എടുക്കുന്നത്. നിങ്ങൾക്ക് കുറച്ച് സ്റ്റെയിൻ മതി എന്നുണ്ടെങ്കിൽ 1 സ്പൂൺ വീതം എടുത്താൽ തന്നെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ 2 സ്പൂണ് ടീ പൗഡർ ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ 2 സ്പൂണ് ഷുഗർ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ശർക്കര നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ 2 ശർക്കര ഫുള്ളായിട്ട് പൊടിച്ചെടുത്തതുണ്ട്, അത് മുഴുവനായിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. കാരണം കുറച്ചധികം കളർ ഇട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശർക്കര കുറച്ചധികം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ശർക്കര ഇല്ലാതെ നിങ്ങൾക്ക് പഞ്ചസാരയും ചായപ്പൊടിയും വെച്ചും മാത്രം ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ കുറേ ടൈം ഇത് ഇടേണ്ടി വരും, നമുക്ക് ആ ഒരു കളർ ഡാർക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് 2-3 പ്രാവശ്യം ഇടുമ്പോൾ തന്നെ നല്ല കളർ കിട്ടും. അപ്പോൾ ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലാം നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മളൊരു ടിന്ന് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു ടിന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ സെർലാക്കിൻ്റെ ടിന്നാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓട്സിൻ്റെ ടിന്നൊക്കെ എടുക്കാം, കുറച്ചും കൂടി വീതിയും ഒക്കെ ഉള്ള ടിന്നാണെങ്കിൽ ഒന്നുകൂടി നല്ലതാണ്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ടിന്ന് എടുത്തതാണ് കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ പഴയ പാത്രങ്ങളോ അങ്ങനത്തെ എന്ത് വേണമെങ്കിലും നമുക്കിതിന് വേണ്ടിയിട്ട് എടുക്കാം. അപ്പോൾ കഴിയണത് നിങ്ങൾ പഴയ പാത്രങ്ങൾ തന്നെ എടുക്കാനായിട്ട് നോക്കുക, കാരണം നമ്മളിത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് റീയൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ പാത്രങ്ങൾ തന്നെ എടുക്കാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ചെറിയൊരു സ്റ്റീലിൻ്റെ ഗ്ലാസ്സാണ്. അപ്പോൾ ഈ ഒരു ഗ്ലാസ് ആ ഒരു ടിന്നിൻ്റെ അകത്ത് പാകമായിട്ടുള്ളൊരു ഗ്ലാസ്സാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ സ്റ്റീലിൻ്റെ ബൗളോ എന്ത് വേണമെങ്കിലും എടുക്കുക, നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതിനനുസരിച്ച് അത് എടുക്കുക കേട്ടോ. അപ്പോൾ അടുത്ത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ഒരു മിക്സ്ചർ ഉണ്ടല്ലോ, അത് ഈ ഒരു ടിന്നിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇത് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് സൈഡിലൂടെയാണ് കേട്ടോ ഇത് ഇട്ട് കൊടുക്കേണ്ടത്. കാരണം നമ്മൾ സെൻറ്ററിൽ ഗ്ലാസ് വെക്കുമ്പോൾ ആ ഗ്ലാസ് വെക്കാനുള്ള ഒരു ഗ്യാപ്പ് ഇട്ടതിന് ശേഷമാണ് നമ്മളിത് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് മിക്സ്ചർ മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ 2 പ്രാവശ്യം ആക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് കുറച്ചുകൂടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ സെൻറ്ററിലേക്കാണ് നമ്മുടെ ഗ്ലാസ് വെച്ച് കൊടുക്കണേ. നിങ്ങൾ ബൗളാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ആ ബൗൾ ഇതുപോലെ സെൻറ്ററിലാക്കിയിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ നമ്മുടെ ടിന്ന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിൽ വെക്കാൻ വേണ്ടിയിട്ട് വലിയൊരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അതിന് കറക്റ്റായിട്ടുള്ളൊരു പാത്രം എടുക്കുക. അപ്പോൾ അത് നമ്മൾ സ്റ്റൗ സിമ്മിലിട്ടിട്ടാണ് ഇത് ഉണ്ടാക്കേണ്ടത്, അല്ല തീ കൂടി പോയാൽ കരിഞ്ഞു പോവും പെട്ടെന്ന്. അപ്പോൾ ഈ ഒരു ടിന്നിന് കറക്റ്റ് ആയിട്ടുള്ളൊരു പാത്രം എൻ്റെ കയ്യിൽ ഇതായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പാത്രം എടുത്തത്. നിങ്ങളുടെ കയ്യിൽ ഏതാണുള്ളത് അത് എടുത്താൽ മതി. നമുക്ക് ആവി പുറത്ത് പോവാത്ത നിൽക്കുന്നൊരു പാത്രം ആയാൽ മതി കേട്ടോ മുകളിൽ വെക്കുന്നത്. അപ്പോൾ നമ്മൾ കൂടുതൽ മൈലാഞ്ചി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു ട്രിക്ക് പറഞ്ഞുതരാം. അതെന്താ വെച്ചാൽ നമ്മൾ ഈ ഒരു ഇതിൻ്റെ മുകളിൽ വെച്ച ഈ ഒരു പാത്രത്തിലെ വെള്ളം ഉണ്ടല്ലോ, അത് ചൂടാവുന്ന സമയത്ത് അതൊന്ന് ഒഴിവാക്കിയിട്ട് അതിൻ്റെ പകരം കുറച്ചുകൂടി തണുത്ത വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ തണുത്ത വെള്ളം പറയുമ്പോൾ പച്ചവെള്ളം ആയാലും ഫ്രിഡ്ജിൽ വെച്ച വെള്ളം ആയാലും കുഴപ്പമൊന്നുമില്ല, ഏതായാലും മതി. അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് കൂടുതൽ മൈലാഞ്ചി കിട്ടും. അപ്പോൾ കൂടുതലായിട്ട് തണുത്ത വെള്ളം ഒഴിക്കുമ്പോൾ കൂടുതലായിട്ട് ആവി വന്നിട്ട് അത് ഡ്രോപ്സ് ആയിട്ട് നമ്മുടെ ഗ്ലാസ്സിലേക്ക് മൈലാഞ്ചി ആയിട്ട് ചാടും. അപ്പോൾ ഇനി നമ്മളൊരു 25 മിനിറ്റ് ഇങ്ങനെ വെക്കണം. അപ്പോൾ ഇതൊരു 25 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇത്രയും മൈലാഞ്ചി കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് ശർക്കരയൊക്കെ കരിഞ്ഞു. അപ്പോൾ ഇത്രയും മെഹന്തിയാണ് എനിക്ക് കിട്ടിയത്, നല്ല ഡാർക്ക് കളറിലായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ 2 സ്റ്റെപ്പാക്കിയിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് ഫസ്റ്റ് സ്റ്റെപ്പിലാണ് ഇത്ര കിട്ടിയത്. ഇനി കുറച്ചും കൂടി ഉണ്ട്. അപ്പോൾ അതും കൂടി ഉണ്ടാക്കുമ്പോൾ നമുക്ക് കുറച്ചധികം കിട്ടും.
അപ്പോൾ നമ്മളിത് കയ്യിലിടുമ്പോൾ ഇതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് അതിൽ നമ്മൾ മൈദ മിക്സ് ചെയ്തിട്ടാണ് നമ്മുടെ കയ്യിലിടുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇത് കുറച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് മൈദയും കൂടി മിക്സ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഒരു മൈലാഞ്ചി നമുക്ക് ഒരു പ്രാവശ്യം ഇടാനൊക്കെ കുറച്ച് ഉണ്ടാക്കിയാൽ തന്നെ ഉണ്ടാവും. കാരണം നമ്മൾ ഇതിലേക്ക് കുറച്ച് മെഹന്തി എടുത്തിട്ട് അതിലേക്ക് കൂടുതലായിട്ട് മൈദ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇടുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് മെഹന്തി മതി. അപ്പോൾ അതായത് ഇതുപോലെ ഒരു ഈർക്കിൾ യൂസ് ചെയ്തിട്ട് ഞാൻ നമ്മുടെ കയ്യിൽ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിനിപ്പോൾ ഞാനിപ്പോൾ 4 ഇൻഗ്രീഡിയൻസ് എടുത്ത പകരം ഞാൻ ആദ്യം പറഞ്ഞ പോലെ 2 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടും നിങ്ങൾക്കിത് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലെ നമ്മൾ കയ്യിലിട്ടാൽ ഞാനിപ്പോൾ ഇതൊരു 3 പ്രാവശ്യം ഇട്ടപ്പോൾ തന്നെ എനിക്ക് അത്യാവശ്യം നല്ല കളർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ കുറച്ചധികം ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ദിവസം ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതൊരു 4 പ്രാവശ്യം ഇട്ടപ്പോൾ എനിക്ക് ഈ ഒരു കളർ കിട്ടി. അപ്പോൾ ഇതിലേറെ കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പ്രാവശ്യം കൂടി ഇട്ടാൽ നമുക്കൊന്നുകൂടി ഡാർക്ക് കളർ കിട്ടും. അപ്പോൾ ഈ ഒരു മെഹന്തി വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിലും ഞാനിത് ഇട്ട് ഈ ഒരു കളറൊക്കെ കിട്ടിയതിന് ശേഷമാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി ഇതുപോലത്തെ അടിപൊളി വീഡിയോസിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ താങ്ക് യു.